പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പ്രദീപ്, ഈ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടുകൊണ്ട് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അനക്ഷർ 2-ൽ പറയുന്ന ഈ ആരോപണങ്ങൾ അത് അതീവ ഗുരുതര സ്വഭാവത്തിൽ ഉള്ളതാണ്. അത് വളരെ ഗ്രേവാണ് എന്ന് മാത്രമല്ല, കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ജാമ്യം കൊടുക്കുന്നത് ഫിറ്റായ ഒരു സാഹചര്യമല്ല ഇവിടെ എന്ന് കോടതി പറയുന്നുണ്ട്. അങ്ങനെ ആരോപണം വളരെ ഗുരുതരമാണ് എന്ന് കോടതി പറയുന്നു. ഇത് ഇപ്പോൾ മുൻകൂർ ജാമ്യം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കാര്യമല്ല, സാഹചര്യമല്ല എന്ന് കോടതി പറയുന്നു. ഒപ്പം അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്യുന്നതിനെ സുപ്രീം കോടതി ഉത്തരവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി വിമർശിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്ന് കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടിനെ സമഗ്രമായി എങ്ങനെ വിശദീകരിക്കാം? താൻ ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കുന്നതല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ പൂർണ്ണമായി തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ സിദ്ദിഖിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കുന്നു. അതേസമയം സിദ്ദിഖിൻ്റെ അഭിഭാഷകരാണ് ഇത്തരത്തിൽ പരാതിക്കാരിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന തരത്തിൽ അവരുടെ സ്വഭാവം ഉൾപ്പെടെ ചോദ്യം ചെയ്തത്. രൂക്ഷമായ വാക്കുകളാണ് ഇക്കാര്യത്തിൽ കോടതി ഉത്തരവിൽ ഉള്ളത്. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതില്ല. മാത്രമല്ല, അവർ പ്രകടിപ്പിക്കുന്നത് അവരുടെ സ്വഭാവമല്ല, മറിച്ച് അവർ അനുഭവിച്ച വേദനയാണ്. ആ സ്ത്രീയെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗമെന്നാണ് ഹൈക്കോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്. സുപ്രീം കോടതിയുടെ വിവിധ വിധികളും ഹൈക്കോടതി ഇതിന് ആധാരമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഉണ്ടാകേണ്ടത്. ഇതുകൂടാതെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് സിദ്ദിഖിന് വലിയ തിരിച്ചടിയായി എന്നതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഈ ഉത്തരവ് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിനെയും കോടതി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. 5 വർഷമായി ഈ റിപ്പോർട്ട് സർക്കാർ ഒളിപ്പിച്ചു വെച്ചത് അങ്ങേയറ്റം ദുരൂഹമാണ് എന്നാണ് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ റിപ്പോർട്ട് ഒളിപ്പിച്ചു വെച്ചു? അങ്ങേയറ്റം നിശബ്ദതയാണ് സർക്കാർ പുലർത്തിയത്. എന്തായിരുന്നാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ സിദ്ദിഖിൻ്റെ പരാതിക്കാരിയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ മറ്റ് നിരവധി പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ട്. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് മാത്രമല്ല, കോടതി സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ട് കോടതി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ ഈ കോടതിക്ക് കഴിയില്ല. ലൈംഗിക ശേഷി പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്.